ദശകം 2 ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. ശ്ലോകം 2. കേയൂരാംഗദ ഗംഗണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗധാശംഖാരി പങ്കേരുഹാം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനി ആലംബേ വിമലാംബുജതുതിപതാം മൂർത്തിം തവാർത്തേച്ഛിതം. ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗധാശംഖാരി പങ്കേരുഹാം. ഇത് വളരെ നീണ്ട ഒരു സമസ്ത പദമാണ്, ഒരുമിച്ച് വായിക്കേണ്ടതാണ്. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. ഇതും ഒരു സമസ്ത പദമാണ്. പ്ലസ് ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ പ്ലസ് ആർത്തിച്ഛിതം. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. ഒരല്പം പ്രയാസമാണ്. 1-2 പ്രാവശ്യം ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗധാ ശംഖാരി പങ്കേരുഹാം. ഇതിനെ പിരിച്ചെഴുതുമ്പോൾ കേയൂര അംഗത കങ്കണ ഉത്തമ മഹാരത്ന അംഗുലീയ അങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗധാ ശംഖ അരി പങ്കേരുഹാം. ഇതാണ് കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗധാ ശംഖാരി പങ്കേരുഹാം. അടുത്തത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത്. കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. പീത അംബര ആലംബിനീം. വിമലാംബുജ ദ്യുതിപദാം. വിമല അംബുജ ദ്യുതി പദാം. ആർത്തിച്ഛിതം. ആർത്തിച്ഛിതം. അപ്പം പദഛേദവും കഴിഞ്ഞു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗധാ ശംഖാരി പങ്കേരുഹാം. കേയൂരങ്ങൾ, അംഗതങ്ങൾ, അതായത് തോൾവളകൾ, പരുത്തിക്കാമണികൾ, വിശേഷപ്പെട്ട മറ്റു വളകൾ, ശ്രേഷ്ഠ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ, ഇവയാൽ അടയാളപ്പെട്ട ഭംഗിയേറിയ 4 തൃക്കൈകളിൽ എടുത്തിരിക്കുന്ന ഗധ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവയെക്കൊണ്ട് ശോഭിക്കുന്നതും പൊന്നരഞ്ഞാണം കൊണ്ട് അടയാളപ്പെട്ടതും ഭംഗിയുള്ള മഞ്ഞപ്പട്ടുടുത്തതും നിർമ്മലമായ ചെന്താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃക്കാലടികളോട് കൂടിയതും ഭക്തജനങ്ങളുടെ ദുഃഖമില്ലാതാക്കുന്നതും വർണ്ണിക്കാനാവാത്തതുമായ അവിടുത്തെ ആ ദിവ്യ ശരീരത്തെ ഞാൻ ആശ്രയിക്കുന്നു. ആ സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹരേ കൃഷ്ണ.